ശ്രീ ജെ.സി. തോമസ് നോക്കൂ, 2006 മുതൽ ഇങ്ങോട്ട് വിവിധ ദുരന്ത നിവാരണ സമയങ്ങളിൽ കേന്ദ്ര സർക്കാർ അയച്ചിരിക്കുന്ന ഈ പറയുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ അയച്ചിരിക്കുന്ന ഈ ബില്ലുകൾ ഇതുവരെ സൂക്ഷ്മ പരിശോധന നടത്തുകയോ കേന്ദ്ര സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയോ ചെയ്യാതെ കൂട്ടിവെച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല അങ്ങനെ ഒരു നിർവചനത്തിലേക്ക് എത്തുകയോ ചെയ്യരുത്. പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാന്യനായ BJP പ്രതിനിധി ഇപ്പൊ കോവിഡിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പച്ചക്കള്ളമാണ്. ഇതിനേക്കാൾ വലിയ കോടതി എടുത്ത് അത് ചവിറ്റുകൊട്ടയിലേക്ക് വിട്ടിട്ടുമുണ്ട്. ഇനിയെങ്കിലും കോടതി ചവിറ്റുകൊട്ടയിലേക്ക് ഇട്ട് കളഞ്ഞ കടലാസും പേറി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മാന്യതയുള്ളതാണോ എന്ന് BJP നേതാക്കന്മാർ കാര്യാലയത്തിലോ ശാഖയിലോ സൗകര്യം കിട്ടുന്ന അവിടെ പോയി ആലോചിച്ചത് തീരുമാനിച്ചാൽ മതി. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്, അദ്ദേഹം നമ്മൾ എത്രയോ തവണ ഞാൻ ചോദിച്ചു, തമിഴ്നാടിന് 900 കോടി കൊടുക്കാൻ ആ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്ത രേഖ ഏതാ? ഞാൻ പറഞ്ഞു, ആവർത്തിച്ച്, ശങ്കരാടിയിലെ കൈവെള്ളയിലെ രേഖ കാണിക്കല്ല. മിണ്ടിയോ BJP നേതാവ്? UP 5500 കോടി കൊടുക്കാൻ യോഗി ആദിത്യനാഥ് ഏത് രേഖയാ കാണിച്ച? മിണ്ടിയോ BJP നേതാവ്? തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും 3000 കോടി കൊടുക്കാൻ അവിടുത്തെ ഗവൺമെന്റുകൾ ഏത് രേഖയാ കാണിച്ചത്? ദുരന്തം ഉണ്ടായി പിറ്റേന്ന് 3000 കോടി, ദുരന്തം ഉണ്ടായി പിറ്റേന്ന് 900 കോടി. കേരളത്തിന് ദുരന്തം ഉണ്ടായി പിറ്റേന്നല്ല, 4 മാസം എത്താനായിട്ടും വട്ടപൂജ്യം. ഏത് രേഖ? കേരളം കാണിക്കാത്ത അവർക്ക് മാത്രമുള്ള ഏത് രേഖ? തുടർച്ചയായി കേരളം ഉന്നയിക്കുന്ന ഒരു ചോദ്യം, അധിക സഹായമോ അടിയന്തര സഹായമോ നൽകാതെ കേരളത്തെ വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പിന്നെ സംസ്ഥാനം ആവർത്തിച്ച് പറയുന്നതും കേരളത്തിന്റെ മനസ്സ് പറയുന്നതും ഇത് മാത്രമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കരകയറാൻ ഒന്നിച്ചു നിൽക്കാനുള്ള മനസ്സ് കേരളത്തിനുണ്ട്. അത് ഇനി ഏതു സഹായം കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും കേന്ദ്ര സഹായം കിട്ടും എന്ന് കരുതിയല്ല, സേന വരും അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്താം എന്ന് കരുതിയല്ല, വയനാട്ടിൽ ഉരുൾപൊട്ടി ജീവിതങ്ങൾ ഒലിച്ചുപോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ രാത്രിക്ക് രാമാനം കേരളം ആ ചുരം കയറിയെത്തിയത് ഉള്ളതിൽ നിന്ന് ഇത്തിരി പിടിച്ചുവെച്ച് ആ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കൈയച്ചു കൊടുക്കുകയും ചെയ്തത്. ആ മനസ്സുള്ളിടത്തോളം തോൽപ്പിക്കാൻ ഇനി ആർക്കെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതുമില്ല.